തമിഴ്നാട്ടിലെ വില്ലുപുരം ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് സെഞ്ചി കോട്ടൈ അഥവാ ജിഞ്ചി ഫോർട്ട്. തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിൽ നിന്നും 160 കിലോമീറ്റർ ദൂരം. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഡിണ്ടിവനം. മറാത്ത ചക്രവർത്തിയായിരുന്ന ശിവജി ഈ കോട്ടയെ അനശ്വരമായ കോട്ട എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷുകാർ ഈ കോട്ടയെ ട്രോയ് ഓഫ് ഈസ്റ്റ് എന്ന് വിളിച്ചു. 9-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ കുറുമ്പരുടെ കാലത്ത് മോഡിഫൈ ചെയ്തു. 15-16 നൂറ്റാണ്ടുകളിൽ നായകവംശജർ വീണ്ടും പണി കഴിപ്പിച്ച് സ്വതന്ത്ര രാജാക്കന്മാരായി രൂപാന്തരപ്പെട്ടു. 1677 മറാത്ത ചക്രവർത്തി ശിവജിയുടെ നേതൃത്വത്തിൽ ഈ കോട്ട മറാത്തകൾക്ക് കൈമാറി. പിന്നീട് ബീജാപ്പൂർ സുൽത്താൻ, മുഗളന്മാർ, കർണാട്ടിക് നവാബ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് എന്നീ ഭരണാധികാരികളുടെ കീഴിലായി. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കോട്ട പരിപാലിക്കപ്പെടുന്നത്. ഒരു ആനയ്ക്കുളം, എലിഫന്റ് ടാങ്ക്, 7 നിലകളിലുള്ള കല്യാൺ മഹൽ, കുതിരാലയം, ജയിൽ സെല്ലുകൾ, വെടിമരുന്ന് പുരകൾ, കലവറ, ജിംനേഷ്യം തുടങ്ങി നിരവധി കെട്ടിടങ്ങളും ഈ കോട്ടയ്ക്കകത്ത് നിൽപ്പുണ്ട്. സെഞ്ചി കോട്ടയ്ക്ക് അർഹിച്ച അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരുപക്ഷെ ഇവിടേക്ക് യാത്ര ചെയ്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. സെഞ്ചി കോട്ടയ്ക്ക് ചുറ്റിലും അധികം മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സെഞ്ചി നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറിയാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും 50 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കോട്ടയുടെ മുൻവശത്ത് വന്നിറങ്ങും. ഏകദേശം 7:45 ഞാൻ കോട്ടയ്ക്ക് മുന്നിലെത്തി. 8 മണിക്ക് പ്രവേശന ടിക്കറ്റ് കൊടുക്കുമെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിലെ സ്റ്റാഫുകൾ എത്തുമ്പോൾ സമയം ഏകദേശം 8:30 അടുത്തിരുന്നു. ഇന്ത്യക്കാർക്ക് 15 രൂപയും വിദേശികൾക്ക് 200 രൂപയുമാണ് പ്രവേശന ഫീസ്. സെഞ്ചി കോട്ട സന്ദർശിക്കുന്നവർ പ്രത്യേകമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോട്ടയിലേക്ക് കയറുന്ന സമയം ഇത്രയധികം സാഹസികമായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. ആദ്യം 1. കുട്ടികളും പ്രായമായവരും അസുഖബാധിതരും ഒരു കാരണവശാലും ഈ കോട്ട കയറാനുള്ള സാഹസത്തിന് മുതിരരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയുള്ള കെട്ടിടങ്ങളും മറ്റും ഒക്കെ നടന്നു കാണാം. 2. ധാരാളം വെള്ളം കയ്യിൽ കരുതണം. ഏറ്റവും കുറഞ്ഞത് ഒരാൾക്ക് 1 ലിറ്ററിൻ്റെ 2 ബോട്ടിൽ കരുതാം. സമീപത്തു നിന്നും വെള്ളം കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് ടൗണിൽ നിന്നും വരുമ്പോഴേ വെള്ളം കരുതിയിരിക്കണം. 3. കയറാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാവിലെ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. കോട്ടയുടെ ഏറ്റവും മുകളിൽ കയറി തിരിച്ചെത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും പിടിക്കും.
വൈകിയാൽ നിങ്ങളുടെ എനർജി മുഴുവൻ സൂര്യൻ കവർന്നെടുക്കും. 4. കയറിയാൽ തുടർച്ചയായി കയറിക്കൊണ്ടേയിരിക്കരുത്. കയറ്റത്തിനിടയിലുള്ള ഇത്തിരി നേരത്തെ വിശ്രമങ്ങൾ നിങ്ങളുടെ എനർജിയെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. 5. വൈകുന്നേരം 3 മണിക്ക് ശേഷം കോട്ട കയറാൻ അധികൃതർ നമ്മളെ അനുവദിക്കില്ല. 6. ഇറങ്ങി വരുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ്. ചിലയിടങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ വഴുതി വീണേക്കാം. മഴക്കാലത്തെപ്പറ്റി ചിന്തിക്കാനേ വയ്യ. 7. മുകളിലേക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. നിറയെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരുടെ ഇടപെടൽ ശ്രദ്ധിക്കണമെന്ന പ്രത്യേക ബോർഡ് താഴെ തന്നെ നമുക്ക് കാണാം. ആഹാര സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കുരങ്ങന്മാരുടെ ശല്യം നേരിടേണ്ടി വന്നില്ല. സെഞ്ചി കോട്ടയിൽ 3 കുന്നുകളിലായി വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് കൃഷ്ണഗിരി, പടിഞ്ഞാറ് രാജഗിരി, തെക്ക് കിഴക്ക് ചന്ദേരി ദുർഗ്. ഓരോന്നിനും പ്രത്യേകം സ്വയംഭരണമുള്ള കോട്ടയും ഉണ്ട്. ഞാൻ ഈ കോട്ടയെ സെഞ്ചി കോട്ടൈ എന്നാണ് ഈ വീഡിയോയിൽ ഉടനീളം പറയാൻ ഇഷ്ടപ്പെടുന്നത്. അതിനു കാരണം ഈ കോട്ടയ്ക്ക് പിന്നിൽ തമിഴ് മക്കളുടെ ഒരു വികാരം ഒളിഞ്ഞിരിപ്പുണ്ട്. സെഞ്ചി കോട്ടൈ പലരും ജയിച്ച് കീഴടക്കിയിട്ടുണ്ട്, പലരും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ തമിഴ് മക്കളുടെ മനസ്സിൽ ഇപ്പോഴും വീരനായകനായി മായാതെ കിടക്കുന്ന ഒരു ചിത്രമുണ്ട്, ദേശിംഗു രാജ. ദേശിംഗു രാജൻ എന്നറിയപ്പെടുന്ന രാജാ തേജ് സിംഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജനറലും അടുത്ത സുഹൃത്തുമായിരുന്ന മെഹബൂബ് ഖാൻ്റെയും യഥാർത്ഥ ജീവിതകഥ നിരവധി കവിതകൾക്കും നാടകങ്ങൾക്കും സിനിമകൾക്കും പ്രചോദനമായിട്ടുണ്ട്. രാജാ സ്വരൂപ് സിംഗിൻ്റെ പുത്രനായിട്ടായിരുന്നു ദേശിംഗ് രാജയുടെ ജനനം. തൻ്റെ 22-ാം വയസ്സിൽ കുടിശ്ശിക അടയ്ക്കുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ച ആർക്കോട്ട് നവാബിനെതിരെ കലാപമുയർത്തി. 1722 വെറും 500 സൈനികരും 350 കുതിരപ്പടയാളികളുമായി ആർക്കോട്ട് നവാബിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. നീലവേണി എന്ന തൻ്റെ പ്രിയപ്പെട്ട കുതിരയും അതിലുൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ 85,000-ഓളം കുതിരപ്പടയാളികളും
10,000-ഓളം കാലാൾപ്പടയും ഉൾപ്പെടുന്നതായിരുന്നു ആർക്കോട്ട് നവാബിൻ്റെ സൈനിക ബലം. തൻ്റെ പ്രിയ സുഹൃത്തായ മെഹബൂബ് ഖാനും തൻ്റെ ഹൃദയമായ നീലവേണി എന്ന കുതിരയും ആർക്കോട്ട് നവാബുമായുള്ള യുദ്ധത്തിൽ നമ്മുടെ ദേശിംഗ് രാജയ്ക്കൊപ്പം വീരമൃത്യു വരിച്ചു. നമ്മളിപ്പോൾ സെഞ്ചി കോട്ടയുടെ ഏറ്റവും മുകളിലുള്ള രംഗനാഥ ടെമ്പിളിൽ നിന്നാണ് കാഴ്ചകൾ കാണുന്നത്. കയറിയിട്ടും തീരാത്ത പടികൾ. ഒരു സമയത്ത് കയറ്റം നിർത്തി തിരിച്ചു പോയാലോ എന്നുവരെ ചിന്തിച്ചു. വീണ്ടും കയറി. മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തണമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. താഴെയായി കാണുന്നത് വെങ്കിട്ടരാമൻ ടെമ്പിൾ ആണ്. സെഞ്ചിക്കോട്ടയിൽ എന്നെങ്കിലും നിങ്ങൾ സന്ദർശിക്കാൻ ഇടവരികയാണെങ്കിൽ ഈ മുകളിൽ നിന്നുള്ള അഭൂതപൂർവമായ കാഴ്ച ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചു. കുറച്ച് ആവേശവും നേർത്ത ഭയവും അനുഭവപ്പെട്ടു. തികച്ചും സാഹസികവും രസകരവുമായ യാത്ര. We are in India and we will see my different travel when we will be back in France. Great. Have a nice time in India. Hi. My different travel. My different travel. Okay, thank you. You're welcome.